ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനിൽകുമാർ. PSCG അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കൊറോണ കാലഘട്ടം അവസാനിക്കുന്നില്ല, പക്ഷേ PSC പരീക്ഷകളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇവിടെ PSC പ്രായോഗികമായൊരു തീരുമാനമെടുത്തിരിക്കുന്നു. കൊറോണ ബാധിതരായ ഉദ്യോഗാർത്ഥികളെയും കൂടുതൽ ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലാതെ തന്നെ പരീക്ഷയിൽ പങ്കെടുപ്പിക്കുക. കൊറോണ ബാധിതരായ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി മറ്റൊരു തീയതിയിൽ പരീക്ഷ നൽകിയാൽ വീണ്ടും പല ഘട്ടങ്ങളിലായി പരീക്ഷ നടത്തേണ്ടി വരുന്നു. അനാവശ്യമായ കാലതാമസമുണ്ടാകുന്നു. ചോദ്യത്തിൻ്റെ നിലവാരത്തിൽ വ്യത്യാസമുണ്ടാകാം. ഇതൊക്കെ പ്രശ്നങ്ങളാണ്. അതുപോലെ തന്നെ നിരവധി അപേക്ഷകൾ പ്രവഹിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് PSC ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്ന ഒരു തീരുമാനം, നിങ്ങൾ കൊറോണ രോഗിയാണെങ്കിലും നിങ്ങൾക്ക് നിശ്ചയിച്ചിരിക്കുന്ന പരീക്ഷാ ദിവസം തന്നെ പോയി നിങ്ങൾ പരീക്ഷ എഴുതുക എന്നതാണ്. നേരത്തെ വളരെ ഭീകരമായ ഒരു നടപടിക്രമമാണ് ഇതിനു വേണ്ടി PSC നിശ്ചയിച്ചിരുന്നത്. അത് നിങ്ങൾക്കറിയാം. അതായത് നിങ്ങൾ ഏത് ജില്ലയിലാണോ പരീക്ഷ എഴുതുന്നത് അവിടുത്തെ ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടണം. ജില്ലാ ഓഫീസ് തുടർന്ന് DMOയ്ക്കൊരു കത്തയക്കുമായിരുന്നു. അവിടെ നിന്ന് DMO നമുക്കൊരു ആംബുലൻസ് അലോട്ട് ചെയ്തു തരും. അതിലൊരു ആരോഗ്യ പ്രവർത്തകനെ തരും. ഈ ആരോഗ്യ പ്രവർത്തകൻ്റെ സാന്നിധ്യത്തിൽ ആംബുലൻസിൽ PPE കിറ്റ് ധരിച്ചുകൊണ്ട് നമ്മൾ പരീക്ഷാ കേന്ദ്രത്തിലെത്തി ആംബുലൻസിലിരുന്ന് PPE കിറ്റ് ധരിച്ചുകൊണ്ട് ആ ചൂടിലും സമ്മർദ്ദത്തിലും നമ്മൾ പരീക്ഷ എഴുതി പരീക്ഷാ പേപ്പർ ഏൽപ്പിക്കണം എന്നതായിരുന്നു മുൻപ് നിലവിലിരുന്ന രീതി. PSC ഇപ്പോഴാ രീതി മാറ്റി. നിങ്ങൾക്കിപ്പോൾ PPE കിറ്റ് ധരിക്കാതെ തന്നെ പരീക്ഷാ കേന്ദ്രത്തിലെത്തി പരീക്ഷ എഴുതാം. സാധാരണ ഒരു ഉദ്യോഗാർത്ഥി പരീക്ഷ എഴുതുന്നത് പോലെ തന്നെ നിങ്ങൾക്കും പരീക്ഷ എഴുതാം. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. അവയിലൊന്ന്, നിങ്ങൾ കൊറോണ രോഗിയാണെന്ന കാര്യവും നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഇന്നതാണ്, പരീക്ഷാ കേന്ദ്രം ഇന്നതാണ് എന്ന കാര്യം നിങ്ങളുടെ ജില്ലയിലെ PSC ഓഫീസിൽ ഫോൺ മുഖാന്തരം അറിയിക്കുക. അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾ പരീക്ഷാ കേന്ദ്രത്തിലെത്തുമ്പോൾ നിങ്ങൾക്കായി ഒരു പ്രത്യേക മുറി, കൊറോണ ബാധിതരായ ധാരാളം ഉദ്യോഗാർത്ഥികൾ ചിലപ്പോൾ ഉണ്ടാവാം. അപ്പോൾ അവർക്കായി ഒരു പ്രത്യേക മുറി അറേഞ്ച് ചെയ്യും. അവിടെ ഇരുന്ന് സാധാരണ ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതുന്ന പോലെ നിങ്ങൾക്ക് എഴുതാം. സാധാരണ ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾ മാസ്ക് ധരിച്ചാണ് അവർ പരീക്ഷ എഴുതുക. നിങ്ങളും മാസ്ക് ധരിച്ച് പരീക്ഷ എഴുതുക. നിങ്ങൾ PPE കിറ്റിട്ട് പരീക്ഷ എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ ഇതാണ് വളരെ ആശ്വാസകരമായ ഒരു നടപടിയായി ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഈ നടപടി PSC പ്രഖ്യാപിച്ചപ്പോൾ ഒരു കാര്യം ഓർക്കണം. നിങ്ങൾ കൊറോണ ബാധിതരാണെങ്കിലും മുൻപ് ചെയ്തതുപോലെ ഞാൻ കൊറോണ ബാധിതനാണ് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് എനിക്ക് വേറൊരു ദിവസം പരീക്ഷ നടത്തി തരണമെന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾക്കത് മാറ്റിക്കിട്ടാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഈ കൊറോണ കാലഘട്ടമായതിനാൽ ഇപ്പോൾ വരുന്ന പരീക്ഷകളിലെല്ലാം തന്നെ അതാത് ജില്ലകളിൽ തന്നെയാണ് സെൻറ്റർ നൽകുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്വന്തം ജില്ലയിലായിരിക്കും നിങ്ങൾക്ക് സെൻറ്റർ ലഭിക്കുക. അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ ഇതൊരു മുൻകരുതൽ എന്ന രീതിയിൽ പറയുകയാണ്. കാരണം കൊറോണ ഇങ്ങനെ പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. ആ സമയത്ത് പിന്നെ ഒരു അത്യാഹിതം ഉണ്ടായതിനു ശേഷം പരീക്ഷയ്ക്ക് പോകണം. അപ്പോൾ അതിൻ്റെ നടപടിക്രമം എന്താണ്, എന്ത് ചെയ്യണം എന്നറിയാതെ നിങ്ങൾ ബുദ്ധിമുട്ടരുത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെ കൊറോണ സംബന്ധമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാവുകയും നിങ്ങൾ പരീക്ഷ എഴുതേണ്ട ഒരു ഉദ്യോഗാർത്ഥിയുമാണെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാനായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ തന്നിരിക്കുന്ന 2 നമ്പറുകൾ ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കുകയാണ്. ഇതുകൂടാതെ നിങ്ങൾക്ക് ജില്ലാ ഓഫീസുകളുമായി, നിങ്ങളുടെ സ്വന്തം ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടാനുള്ള നമ്പറുകളും ഇവിടെ ഈ സ്ക്രീനിൽ ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്ത് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. ഇവയൊക്കെ ഒരു ഹെഡ് ലൈൻ നമ്പറുകൾ എന്നുള്ള രീതിയിൽ ഇവയൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക. കൊറോണയെ സംബന്ധിച്ച്, കൊറോണ ബാധിതരായ ആളുകളെ സംബന്ധിച്ച് പരീക്ഷ എഴുതുന്നതിൽ PSC നിഷ്കർഷിക്കുന്ന കാര്യങ്ങൾ ഇവയൊക്കെയാണ്. അവിടെ നിങ്ങൾ പോയി പരീക്ഷ എഴുതുന്നത് കൊണ്ട് കേരള ഗവൺമെൻറ് കൊറോണ പ്രോട്ടോക്കോൾ ലംഘനമാവില്ല. കാരണം കേരള ഗവൺമെൻറ് ഇങ്ങനെ പരീക്ഷ നടത്താൻ PSCയെ രേഖാമൂലം അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് PSC ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു അറിയിപ്പ്. ഈ അറിയിപ്പ് നിങ്ങൾ PSC വെബ്സൈറ്റിൽ കണ്ടു കാണും. പക്ഷേ ആ വെബ്സൈറ്റിൽ ആ അറിയിപ്പ് കാണുമ്പോൾ നിങ്ങൾക്കതിൽ കൂടുതൽ വ്യക്തത കിട്ടില്ല. നിങ്ങൾക്കതിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അതിനെ അതിൻ്റെ ഗൗരവത്തിൽ തന്നെ കണ്ടുകൊണ്ട് ഫോളോ ചെയ്യുക. അതിലെ ഡീറ്റെയിൽസൊക്കെ എല്ലാവരും ഒന്ന് കുറിച്ച് വയ്ക്കുക കേട്ടോ. ആർക്കും കൊറോണ വരാതിരിക്കട്ടെ. എല്ലാവർക്കും പൂർണ്ണ ആരോഗ്യവാന്മാരായി തന്നെ നല്ല രീതിയിൽ പരീക്ഷാ സെൻറ്ററിലെത്തി പരീക്ഷ എഴുതാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും വിജയാശംസകൾ. ഗുഡ് ബൈ.